നിങ്ങൾ അനേക നാളുകളായിട്ട് ഓപ്ഷൻസ് ട്രേഡിങ്ങിൽ, പ്രത്യേകിച്ചും ഓപ്ഷൻസ് ബൈയിങ്ങിൽ ലോസം വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രേഡറാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ലോസ് നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് ഈ ലോസ് നിങ്ങളെ കൊണ്ടത് കുറയ്ക്കാൻ സാധിക്കാത്തത്, അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ ഒരു ട്രേഡറായിട്ട് മാറാനായിട്ട് എന്താണ് നിങ്ങൾക്ക് ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത് എപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിനൊരു ഈസി ഒരു ട്രിക്കാണ് ഞാനിപ്പോൾ പറയുന്നത്. അതായത് നമ്മൾ എല്ലാ ദിവസവും ട്രേഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനും പല ആൾക്കാരും, ബഹുഭൂരിപക്ഷം ആൾക്കാരും, പ്രത്യേകിച്ചും ലോസ് മേക്കിംഗ് ട്രേഡേഴ്സ്, അവരാരും തന്നെ അവരുടെ അന്നടത്തെ ട്രേഡുകൾ റിവ്യൂ ചെയ്യാറില്ല, അല്ലെങ്കിൽ അനലൈസ് ചെയ്യാറില്ല, അല്ലെങ്കിൽ ജേർണൽ ചെയ്യാറില്ല. ഇത് തന്നെയാണ് നമുക്കൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവാനായിട്ട് നമുക്ക് മാർഗ്ഗതടസ്സമായിട്ട് നിൽക്കുന്ന ഏറ്റവും വലിയ നമ്മുടെ ഒരു ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്, നമുക്ക് ഈ ട്രേഡുകൾ അനലൈസ് ചെയ്യാനായിട്ട് നമുക്ക് മടിയാണ്. കാരണം അന്നൊരു ദിവസം ലോസ് ഉണ്ടായി, അല്ലെങ്കിൽ നമുക്കത് പിന്നീട് അത് ഒന്നുകൂടി ഒന്ന് എടുത്തിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് നമുക്ക് പേടിയാണ്, അല്ലെങ്കിൽ ഭയമാണ്, അല്ലെങ്കിൽ നമുക്കൊരു ഈഗോയാണ്. നമ്മൾ ഉണ്ടാക്കിയ ലോസുകൾ വീണ്ടും ഒന്ന് അനലൈസ് ചെയ്യുമ്പോഴത്തേനും അത് നമുക്ക് ഓൾറെഡി നമ്മൾ ഹട്ടായിട്ടിരിക്കുകയാണ്. അപ്പോഴത്തേനും വീണ്ടും ആ ട്രേഡുകൾ എടുത്തിട്ട് അനലൈസ് ചെയ്യുമ്പോഴത്തേനും നമ്മളത് വീണ്ടും ഹട്ട് ചെയ്യുമെന്നുള്ളൊരു പേടി കൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ പല ആൾക്കാരും ഇത് എടുത്ത് അനലൈസ് ചെയ്യാറുള്ളത്. പക്ഷേ നമ്മൾ ആ ഒരു സ്വഭാവം നമ്മൾ മാറ്റിയേ പറ്റുള്ളൂ. അപ്പം ഇന്ന് തൊട്ട് ഞാൻ ഈ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്തു നോക്കൂ, നിങ്ങളുടെ ട്രേഡിംഗ് കരിയറിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഓർഡർ ബുക്ക് എടുത്തിട്ട് അപ്പോൾ ആ ഓർഡർ ബുക്കിനകത്ത് നിങ്ങൾ എടുത്തിരിക്കുന്ന ഓരോ ട്രേഡിൻ്റെയും അത് ഏത് ഹവറിൽ, ഏത് മിനിറ്റിൽ, ഏത് സെക്കൻഡ് അടക്കം നിങ്ങളുടെ ഓർഡേഴ്സിൻ്റെ ഒരു ബൈയും അല്ല സെല്ലിൻ്റെ ഓർഡേഴ്സിൻ്റെ ടൈം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ടൈം നോട്ട് ചെയ്യുക. അത് കോൾ ഓപ്ഷനായി ആകാം, പുട്ട് ഓപ്ഷൻ ആവാം, എന്തും ആയിക്കോട്ടെ. അതിനുശേഷം നിങ്ങൾ ഏത് ഇൻഡെക്സിലാണ് ആ കോൾ ഓപ്ഷൻ പുട്ട് ഓപ്ഷൻ മേടിച്ചത്, ആ ചാർട്ട് നിങ്ങൾ 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ആ ഓർഡർ ബുക്കിനകത്തോട്ട് പോയി ഓരോ ബൈയും സെല്ലും അത് ഏത് മിനിറ്റിൽ, ഏത് സെക്കൻഡിലായിരുന്നു എന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ 1 മിനിറ്റ് ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിൽ നിങ്ങൾ ആദ്യം രേഖപ്പെടുത്തുക. അതിനുശേഷം നിങ്ങൾ അനലൈസ് ചെയ്യുക. സപ്പോസ് ഉദാഹരണത്തിന് നിങ്ങളിപ്പം ഒരു കോൾ ഓപ്ഷൻ ബൈ സെല്ലും ഉണ്ട്. അപ്പം അത് ഇത്ര മിനിറ്റിൽ, ഇത്ര സെക്കൻഡിലാണെന്നുണ്ടെങ്കിൽ ആ ചാർട്ടിൽ പോയിട്ട് ആ ഒരു 1 മിനിറ്റ് ചാർട്ടിൽ നിങ്ങൾ കറക്റ്റായിട്ട് അത് ഏത് മിനിറ്റിലാണ്, എവിടെയാണ് ആ ഒരു ക്യാൻഡിൽ എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ മാർക്ക് ചെയ്യുക. അതിനുശേഷം സപ്പോസ് ഇപ്പോൾ കോൾ ഓപ്ഷൻ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുക. നിങ്ങൾ ആ കോൾ ഓപ്ഷൻ മേടിച്ച ആ ക്യാൻഡിൽ ആ ഇൻഡെക്സിൽ ആ ദിവസം ഏതെങ്കിലും ഒരു ക്രിട്ടിക്കലായിട്ടുള്ളൊരു സപ്പോർട്ടിൽ എത്തിയപ്പോഴത്തേനാണോ നിങ്ങൾ വാങ്ങിച്ചെന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ അനലൈസ് ചെയ്യുക. നിങ്ങൾ ചിലപ്പോൾ അത്ഭുതപ്പെട്ട് പോകുമായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാകും അത് കാണുമ്പം, അതായത് നിങ്ങളൊരു കോൾ ഓപ്ഷൻ മേടിച്ച സമയം എന്ന് പറയുന്നത് ഒരിക്കലും ആ ഒരു ക്യാൻഡിൽ അല്ലെങ്കിൽ ആ ഒരു ഇൻഡെക്സ് ആ ഒരു സമയത്ത് ഒരു സപ്പോർട്ടിൽ ആയിരുന്നായിരിക്കത്തില്ല. അതുകൊണ്ടാണ് ഒന്നെങ്കിൽ നിങ്ങൾ ആ ട്രേഡ് എടുത്തിട്ട് നിങ്ങൾക്കത് ലോസിൽ എക്സിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ SL അടിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ ആ എടുത്ത ട്രേഡ് ഒരിക്കലും ഒരു സപ്പോർട്ടിലായിരുന്നില്ല. ഇതുപോലെ തന്നെ നിങ്ങൾ പുട്ട് ഓപ്ഷൻ്റെ ഒരു ട്രേഡും അതിൻ്റെ മിനിറ്റും സെക്കൻഡ് മാർക്ക് ചെയ്ത് നോട്ട് ചെയ്തിട്ട് അതും ആ സ്പോട്ട് ചാർട്ടിൽ വന്നിട്ട് അത് മാർക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നോക്കുക, നിങ്ങൾ ആ പുട്ട് ഓപ്ഷൻ മേടിച്ചത് ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസിൽ ഇൻഡെക്സ് എത്തിയപ്പോഴത്തേനാണോ അല്ലയോ എന്നുള്ളത്. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾ ഒരിക്കലും ഒരു റെസിസ്റ്റൻസ് ആയിരുന്നില്ല നിങ്ങൾ ആ പുട്ട് ഓപ്ഷൻ മേടിച്ചത്. അപ്പം ഇങ്ങനെ നിങ്ങൾ എടുത്ത് നോക്കിക്കോ, ഓരോ ദിവസം നിങ്ങൾ എടുത്ത് അനലൈസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ എൻട്രി തന്നെ തെറ്റാണ്. അതായത് നമ്മുടെ എൻട്രിയുടെ ലെവലുകൾ പിഴച്ച് പോയി കഴിഞ്ഞാൽ ഒരിക്കലും കോൾ ഓപ്ഷൻ അല്ലെങ്കിൽ പുട്ട് ഓപ്ഷൻ നമുക്ക് പ്രോഫിറ്റബിൾ ആകത്തില്ല. അതവിടെ പ്രീമിയം മെൽട്ടാവുകയോ ചെയ്യത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ഇനിയും തൊട്ട് ഓരോ ദിവസവും നിങ്ങൾക്ക് ലോസിങ് ട്രേഡുകൾ നിങ്ങൾ എടുത്തിട്ട് അതിൻ്റെ ഞാൻ പറഞ്ഞതുപോലെ സ്പോട്ട് ചാർട്ടിൽ അത് മാർക്ക് ചെയ്തിട്ട് അത് നിങ്ങൾ ആ എടുത്ത സമയത്ത് അത് സപ്പോർട്ടിലായിരുന്നോ റെസിസ്റ്റൻസിലായിരുന്നോ ഉള്ളത് വളരെ വ്യക്തമായിട്ട് നിങ്ങളത് പഠിക്കുക. അതിനുശേഷം പിന്നീടുള്ള അടുത്ത ദിവസം ലൈവ് ട്രേഡുകളിൽ യാതൊരു കാരണവശാലും നിങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അനേക നാളുകളായിട്ട് വർഷങ്ങളായിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മിസ്റ്റേക്ക്, ഈ ഒരു ഗുരുതരമായിട്ടുള്ളൊരു പിഴവ് നിങ്ങൾ തിരുത്തുവാനായിട്ട് നിങ്ങൾ തയ്യാറാകുകയാണെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയാം, നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് ഉണ്ടാകും ട്രേഡിങ്ങിൽ. അത് നിങ്ങളുടെ P&L അക്കൗണ്ടിൽ അത് വളരെ വ്യക്തമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുമെന്നുള്ളത് യാതൊരു സംശയവുമില്ല. താങ്ക് യു.